വർഷം 2013 ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിനെ അതായത് യങ്സ്റ്റേഴ്സിനെ ആസിഫ് അലി വീണ്ടും കയ്യിലെടുത്തൊരു വർഷം. അതിൽ ആദ്യം വന്നത് കിളിപോയി, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്റ്റോണർ സിനിമ എന്ന ലേബലിൽ ഇറങ്ങിയ ഒരു ചിത്രം. എന്നാൽ തൊട്ടടുത്തതായി ഇറങ്ങിയത് സംഗതി അഗെയിൻ ലഹരി ബേസ്ഡ് പരിപാടിയാണെങ്കിലും ഇതിനേക്കാൾ ഒന്നുകൂടി ഒന്ന് ഡോസ് കുറച്ച് അതിൽ റൊമാൻസും കുറച്ച് ഫാമിലി എലമെന്റ്സും ഒക്കെ ആഡ് ചെയ്ത് ഒരു പ്രോപ്പർ കൊമേഴ്സ്യൽ സിനിമ ഹണീബി. കാര്യം ഈ കള്ളും കഞ്ചാവും പരിപാടികളും സിനിമയിലാണെങ്കിലും ഒരു പരിധിക്കപ്പുറം എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ഈ സിനിമയിൽ ആ ചേസിംഗ് എലമെന്റ് കൊണ്ട്, അതായത് ഒരേ സമയം ത്രില്ലിങ്ങും ഇന്റൻസും ഫണ്ണിയുമായ ആ ഒരു സംഭവം ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. ശേഷം വർഷാവസാനം ബൈസൈക്കിൾ തീവ്സ്, പിൽക്കാലത്ത് ഒരു പ്രോമിനന്റ് ആക്ടർ ഡയറക്ടർ കോംബോ ആയി മാറിയ ആസിഫ് ജിസ്ജോയ് ടീമിന്റെ ആദ്യ പടം. അത്യാവശ്യം ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു പടവും ശ്രദ്ധിക്കപ്പെട്ടു. ശേഷം 2014 അപ്പോത്തിക്കിരി, ചെറിയൊരു റോളായിരുന്നെങ്കിലും നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു കഥാപാത്രം. അടുത്തതായി ഒരു പൃഥ്വിരാജ് സിനിമയിൽ പൃഥ്വിരാജിനേക്കാൾ മാൻലിനെസ് കാണിച്ചൊരു കഥാപാത്രം, സപ്തമശ്രീ തസ്കരയിലെ ഷബാബ്. അതേ വർഷം തന്നെ വെള്ളിമൂങ്ങ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ ക്യാമിയോ. ശേഷം 2015 നിർണായകം എന്ന ക്രിട്ടിക്കലി അക്ലൈംഡ് സിനിമ ഇറങ്ങിയിരുന്നെങ്കിലും പ്രേമത്തിന്റെ കുത്തൊഴുക്കിൽ ആ സിനിമ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയി. അതേ വർഷം പെരുന്നാൾ റിലീസായി വന്നത് കോഹിനൂർ. അത്യാവശ്യം നന്നായി പ്രൊമോഷൻ ചെയ്ത് ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഇറക്കിയ 80കളുടെ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ. ഒരു വമ്പൻ വിജയമാവേണ്ടിയിരുന്ന പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നിട്ടും ബട്ട് എന്തുകൊണ്ടോ ആ ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ആ വർഷത്തെ സൂപ്പർ ഹിറ്റ് ക്യാമിയോ സംഭവിച്ചത് അമർ അക്ബർ ആന്റണിയിൽ. ശേഷം 2016 അനുരാഗ കരിക്കിൻ വെള്ളം, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ആസിഫ് സിനിമകളിൽ ഒന്ന്. 2017 ജിസ്ജോയി മൊത്ത് അടുത്തൊരു ഹിറ്റ് സൺഡേ ഹോളിഡേ. ഇതേ വർഷം ഹണീബി എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിരുന്നെങ്കിലും പാട്ടുകൾ ഹിറ്റായി എന്നല്ലാതെ സിനിമ ഒരു പരാജയമായിരുന്നു. 2018 ബിടെക്, ബാംഗ്ലൂരിൽ പഠിച്ചിട്ടുള്ള പുലർച്ചെ എഴുന്നേറ്റ് ഒരു കാലിച്ചായ കുടിച്ച് നന്ദി ഹിൽസിലേക്ക് ബൈക്ക് റൈഡ് പോയിട്ടുള്ള ഏതൊരാൾക്കും കുറച്ചധികം കണക്ട് ആവുന്ന ഒരു സിനിമ. 2019 ജിസ്ജോയി മൊത്ത് മറ്റൊരു ഹിറ്റ്, വിജയ് സൂപ്പറും പൗർണമിയും. ഇതേ വർഷം തന്നെ ഒരാണ് എങ്ങനെയായിരിക്കരുതെന്ന് കാണിച്ചു തന്ന ഉയരയിലെ കഥാപാത്രം. വർഷാവസാനം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആസിഫിന്റെ രണ്ടാമത്തെ സിനിമ കെട്ടിയോളാണെന്റെ മാലാഗ. 2020 കോവിഡാനന്തരം അദ്ദേഹത്തിന്റേതായ സിനിമകളൊന്നും പുറത്തിറങ്ങിയില്ല. 2021 നോട്ടബിൾ ആയിട്ടുള്ള സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല. 2022 റോഷാക്കിലെ ആ കണ്ണുകൾ കൊണ്ട് മാത്രം അഭിനയിച്ച കഥാപാത്രം. വർഷാവസാനം ജിത്തു ജോസഫിനോടൊപ്പം കൂമൻ എന്ന ഹിറ്റ് സിനിമ. ശേഷം 2024 ജിസ്ജോയോടൊപ്പമുള്ള തലവൻ ഹിറ്റടിക്കുന്നു. വർഷാവസാനം കിഷ്കിന്ദ കാണ്ഡവും സൂപ്പർ ഹിറ്റ് ആവുന്നു. ഇതിനിടയിൽ ലെവൽ ക്രോസ് എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു. ഒരുപാട് കഥാപാത്രങ്ങളോ വ്യത്യസ്ത ലൊക്കേഷനുകളോ ഒന്നും തന്നെ ഇല്ല. ബട്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു വേൾഡ് ക്ലാസ് സിനിമയായിരുന്നു. ശേഷം 2025 രേഖാചിത്രത്തിലൂടെ മറ്റൊരു ഹിറ്റ്. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ ഒരാൾ ചെയ്ത കമന്റ് പറഞ്ഞുകൊണ്ട് നമുക്കിത് നിർത്താം. കറന്റ് ജനറേഷൻ ആക്ടേഴ്സിന് എടുത്താൽ ഒരുപക്ഷെ ആസിഫിനേക്കാൾ വലിയ താരങ്ങൾ ഉണ്ടാവാം. പക്ഷേ അഭിനയത്തിന്റെ കാര്യത്തിൽ ആസിഫിന്റെ റേഞ്ച് ഇവരെക്കാളൊക്കെ ഒരുപാട് മുകളിലാണ്.